ട്രംപിന്റെ $100 ബില്യൺ പദ്ധതി തള്ളി എണ്ണ ഭീമന്മാർ. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെയും ഏകാധിപത്യം ചമയുന്ന ട്രംപിനോടും രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ഭയം പൂർണ്ണതോതിൽ അവസാനിച്ചിരിക്കുകയാണ്. രാജ്യങ്ങൾക്കിടയിൽ ട്രംപ് ഭീഷണിയുമായി വരികയാണെങ്കിൽ അതൊന്നും ഇനി വിലപ്പോകില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിന്റെ തുടക്കമാണ് $100 ബില്യൺ പദ്ധതി എണ്ണ കമ്പനികൾ തള്ളിയത്. വെനസ്വേലയുടെ എണ്ണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിക്ഷേപ പദ്ധതി എണ്ണ കമ്പനികൾ തള്ളി. കുറഞ്ഞത് $100 ബില്യൺ നിക്ഷേപിക്കണമെന്നാണ് ട്രംപ് പ്രമുഖ എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നത്. ശക്തമായ സുരക്ഷാ ഉറപ്പുകളും നിക്ഷേപത്തിനായി അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചട്ടക്കൂടും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വ്യവസായ രംഗത്തെ പ്രമുഖരിൽ നിന്നും ജാഗ്രതയോടെയുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഒപ്പം വെനസ്വേല നിലവിൽ നിക്ഷേപത്തിന് അനുയോജ്യമല്ല എന്ന് എക്സോൺ മൊബിൽ ചീഫ് എക്സിക്യൂട്ടീവ് മുന്നറിയിപ്പും നൽകി. വെനസ്വേലയുടെ എണ്ണ വിൽപ്പനയുടെ ചുമതല വാഷിംഗ്ടൺ ഏറ്റെടുക്കുമെന്നും പതിറ്റാണ്ടുകളായി രാജ്യത്തെ അലട്ടുന്ന രാഷ്ട്രീയ നിയമപരമായ അപകട സാധ്യതകളിൽ നിന്ന് കമ്പനികളെ സംരക്ഷിക്കുമെന്നും വൈറ്റ് ഹൌസിൽ എണ്ണ കമ്പനി മേധാവികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. എണ്ണ കമ്പനികൾക്ക് പൂർണ്ണ സുരക്ഷയുണ്ടെന്നും അവർ വെനസ്വേലയുമായല്ല മറിച്ച് നേരിട്ട് അമേരിക്കയുമായാണ് ഇടപാട് നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ട്രംപ് വ്യക്തമാക്കി. എന്നീ കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുൻ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ പിടികൂടിയ നാടകീയമായ US സൈനിക നീക്കത്തിന് പിന്നാലെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പിന്നാലെ ട്രംപ് ഭരണകൂടം വെനസ്വേലയെ ബിസിനസ്സിനായി തുറന്നുകൊടുത്തതായും ഭരണമാറ്റം രാജ്യത്തെ വിശാലമായ എണ്ണശേഖരത്തിലെ നിക്ഷേപ സാഹചര്യങ്ങളെ മൗലികമായി മാറ്റിയതായും അവകാശപ്പെടുന്നു. മുൻപ് ഉപരോധത്തിലായിരുന്ന 30 മുതൽ 50 ദശലക്ഷത്തിനിടയിൽ ബാരൽ വെനസ്വേലയിൽ അസംസ്കൃത എണ്ണയുടെ വിൽപ്പനയ്ക്ക് US മേൽനോട്ടം വഹിക്കുന്നുവെന്നും ആഗോള വിൽപ്പന നിയന്ത്രിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വെനസ്വേലയുടെ എണ്ണ ഉൽപാദനവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് പ്രമുഖ അമേരിക്കൻ എണ്ണ കമ്പനികൾ സ്വന്തം മൂലധനത്തിൽ നിന്നും കുറഞ്ഞത് $100 ബില്യൺ നിക്ഷേപിക്കുമെന്നും ഗവൺമെന്റ് ധനസഹായത്തിന് പകരം സംരക്ഷണം നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അമേരിക്കൻ കമ്പനികളാണ് വെനസ്വേലയിലെ എണ്ണ വ്യവസായം കെട്ടിപ്പടുത്തതെന്നും അതിനാൽ രാജ്യത്തിന്റെ എണ്ണ മേഖലയിൽ വാഷിംഗ്ടണിന് ചരിത്രപരമായ അവകാശമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഡെൽസി റോഡ്രിഗസ് നയിക്കുന്ന കാരക്കാസിലെ നിലവിലെ ഇടക്കാല സർക്കാർ US താൽപര്യങ്ങളോട് യോജിച്ചു നിൽക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ നിന്നും റഷ്യയും ചൈനയും അകറ്റി നിർത്താനാണ് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. US സൈന്യത്തെ വിന്യസിക്കാതെ തന്നെ പ്രാദേശിക അധികാരികളുമായും സ്വകാര്യ സുരക്ഷാ ഏജൻസികളുമായും സഹകരിച്ച് സുരക്ഷ ഉറപ്പാക്കുമെന്നും പറഞ്ഞു. ട്രംപിനോട് എണ്ണ കമ്പനി മേധാവികൾ അതീവ ജാഗ്രതയോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആസ്തികൾ കണ്ടുകെട്ടുന്ന രീതിയും രാഷ്ട്രീയ അസ്ഥിരതയും വെനസ്വേലയിലേക്കുള്ള പുനഃപ്രവേശനം അപകട സാധ്യതയുള്ളതാക്കുന്നുവെന്ന് എക്സോൺ മൊബിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഡാരൻ വുഡ്സ് പറഞ്ഞു. 2 തവണ തങ്ങളുടെ ആസ്തികൾ അവിടെ കണ്ടുകെട്ടിയിട്ടുണ്ടെന്നും ഇന്ന് അത് നിക്ഷേപത്തിന് അനുയോജ്യമല്ലെന്നും വ്യക്തമാക്കി. വെനസ്വേലയിലെ വമ്പിച്ച എണ്ണശേഖരം ആകർഷകമായ അവസരമാണെന്ന് കമ്പനി മേധാവികൾ അംഗീകരിച്ചെങ്കിലും വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ല. നിയമപരമായ ഉറപ്പ്, സുരക്ഷ, മികച്ച നികുതി വ്യവസ്ഥ എന്നിങ്ങനെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് വ്യവസായ പ്രമുഖർ പറഞ്ഞു. അതേസമയം ഏതൊക്കെ കമ്പനികളെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് തന്റെ ഭരണകൂടം തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വെനസ്വേലൻ എണ്ണ വിൽപ്പനയെ തടഞ്ഞിരുന്ന US ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നതായും സ്ഥിരീകരിച്ചു. വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും അതുവഴി ഇടക്കാല സർക്കാരിന്മേൽ നിയന്ത്രണം നിലനിർത്താനും വാഷിംഗ്ടൺ ഉദ്ദേശിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെനസ്വേലൻ വരുമാനം US അക്കൗണ്ടുകളിൽ സംരക്ഷിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. തകർച്ചയിലായ എണ്ണ മേഖല പുനരുജ്ജീവിപ്പിക്കാൻ പ്രതിവർഷം $9 ബില്യൺ നിക്ഷേപം വേണമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ രാഷ്ട്രീയ അസ്ഥിരത ഭയന്ന് വൻകിട കമ്പനികൾ നിക്ഷേപത്തിന് മടിക്കുന്നു. ട്രംപിന്റെ വിപുലമായ പദ്ധതികളും വ്യവസായ ലോകത്തിന്റെ ആശങ്കകളും തമ്മിലുള്ള വലിയ അകൽച്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമേരിക്കയ്ക്ക് വെനസ്വേലൻ എണ്ണ വിപണിയിലെത്താൻ ഇനിയും കടമ്പകളേറെയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.